പ്രിന്റു മഹാദേവ് ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞത് കേട്ടല്ലോ. BJP ഇന്നത്തെ കോടതി ഉത്തരവിനെ എങ്ങനെയാണ് കാണുന്നത്? അതോടൊപ്പം ഈ സംസ്ഥാനത്തു നിന്നുള്ള ഏജൻസിയുടെ അന്വേഷണത്തിനാണ് ഇപ്പോൾ കോടതി തടയിട്ടിരിക്കുന്നത്. അതേസമയം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണം നടക്കട്ടെ, അതിനെ ഭയക്കുന്നില്ല എന്നാണ് CPM വ്യക്തമാക്കുന്നത്. മാത്യു കുഴൽനാടൻ്റെ കോടതിയിൽ നടന്നിട്ടുള്ള നാടകാന്ത്യത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM-ന്റെ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അവരുടെ ശല്യക്കാരനായ വ്യവഹാരി അവരുടെ ഇഷ്ടക്കാരനായി മാറുന്ന കാര്യമാണ്, ഇഷ്ടക്കാരനായ വ്യവഹാരിയായി മാറുന്ന കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ സത്യത്തിൽ ഈ വീരപ്പൻ, കാട്ടുകള്ളൻ വീരപ്പൻ ഫൂലൻ ദേവിയെ ഉപദേശിക്കാൻ പോകുന്നത് പോലെയാണ് സത്യത്തിൽ ഈ മാത്യു കുഴൽനാടൻ വീണാ വിജയൻ്റെ പിറകിൽ പോയത്. ഈ മാത്യു കുഴൽനാടൻ അപ്രതീക്ഷിതമായിട്ട് ഈ കേസിൽ നിന്ന് പിന്മാറിയ സാഹചര്യമൊക്കെ നമുക്കറിയാം. സത്യത്തിൽ ബാലദശയിലായിരുന്ന കേരളത്തിലെ ഇന്ത്യ സഖ്യം സത്യത്തിൽ ഇന്നത്തോടു കൂടിയിട്ടാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അഴിമതിക്കാരായിട്ടുള്ള രണ്ടു കൂട്ടർ തമ്മിൽ സന്ധി ചെയ്തുകൊണ്ട്, അത് കോടതിയിൽ പോലും സന്ധി ചെയ്തുകൊണ്ട് പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്യു കുഴൽനാടൻ നിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അദ്ദേഹം ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിണറായി വിജയനോട് മാപ്പ് പറയുമോ? അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അതായത് പിണറായി വിജയനോട് മാപ്പ് പറയാൻ പോലും തയ്യാറായി നിൽക്കുന്ന മാത്യു കുഴൽനാടനെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. എന്നിട്ടാണ് ലിജു പറയുന്നത് ഞങ്ങൾ മുഗൾ കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകുമെന്നൊക്കെ. ഇത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രാഷ്ട്രീയ നാടകമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം കേരളത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ED നടത്തുന്നുണ്ട്. അതോടൊപ്പം SFI പോലെയുള്ള ഏജൻസി, SFI അന്വേഷിക്കുന്ന ഇന്ത്യയിൽ തന്നെ 7ാമത്തെ കേസാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസ്. സമഗ്രമായിട്ടുള്ള അന്വേഷണവുമായിട്ട് കേന്ദ്ര ഏജൻസികൾ പോകുന്ന സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് കേരളത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ കോടതി തന്നെ നേരിട്ട് അന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കോടതിയിൽ പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. സത്യത്തിൽ ഈ ശല്യക്കാരൻ്റെ വ്യവഹാരി മാത്രമല്ല, ഈ കേസിനെ അട്ടിമറിക്കുന്ന വ്യവഹാരിയായിട്ട് മാത്യു കുഴൽനാടൻ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, വീണാ വിജയൻ 1.72 കോടിയുടെ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ 10 കോടിയുടെ അഴിമതിയിലാണ് മാത്യു കുഴൽനാടൻ നിൽക്കുന്നത്. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 9ഓളം കേസുകളുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന്റെ പിറകിലാണ്. 50 സെന്റ് ഭൂമി പുറമ്പോക്ക് കയ്യേറ്റം ഉണ്ടാകുന്നു, നമ്മളറിയാം ഭൂപതിക്കൽ നിയമത്തെ ലംഘിച്ചുകൊണ്ട് റിസോർട്ടുകൾ നിർമ്മിക്കുന്നു, ഇടുക്കിയിലും ചിന്നക്കനാലിലും അടക്കമുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ട് മാത്യു കുഴൽനാടൻ പോകുന്ന. സത്യത്തിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും കയ്യേറാനുള്ള ശ്രമമാണ് മാത്യു കുഴൽനാടൻ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് അഴിമതിക്കാർ തമ്മിലുള്ള കോംപ്രമൈസ് ആയിട്ടാണ് ഈ കോടതിയിൽ കാണുന്നത്. അല്ലെങ്കിൽ ആധികാരികമായിട്ട് ഒരു രേഖയുമില്ലാതെ കോടതിയിൽ പോകുന്നു. 2 തവണയാണ് കോടതി രേഖ ചോദിക്കുന്നത്. 2 തവണയും രേഖകൾ കൃത്യമായിട്ട് കൈമാറാതെ എന്താണോ CPM ആഗ്രഹിക്കുന്നത്, പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്, വീണാ വിജയൻ ആഗ്രഹിക്കുന്നത്, അതുപോലെയുള്ള ഒരു കോടതിയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള കോടതി നടപടികൾ, അങ്ങനെ മാത്രമേ അതിന് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ CPM-ന്റെ പ്രതിനിധിയുടെ വർത്തമാനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം തോന്നും വീണാ വിജയനെയും പിണറായി വിജയനും ഒക്കെ കോടതിയും മറ്റുമൊക്കെ കുറ്റവിമുക്തനാക്കി. അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാത്യു കുഴൽനാടൻ എന്ന് വ്യക്തി നടത്തുന്ന വ്യവഹാരവുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധിയാണ്. അല്ലാതെ വീണാ വിജയനെയും അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയനെ ഒന്നും കുറ്റവിമുക്തമാക്കിയെന്ന് അനിൽകുമാർ കരുതേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം ED നടത്തുന്നുണ്ട്, SFI നടത്തുന്നുണ്ട്. അത് അന്ത്യഘട്ടത്തിലാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ടല്ല, ഏകദേശം വീണാ വിജയനുമായി ബന്ധപ്പെട്ട 9 കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആ 9 കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും ED-യും അതുപോലെ SFI-യും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ED-യും SFI-യും ആയിരിക്കും. ആ സമയത്ത് ഇതിനെ അട്ടിമറിക്കാൻ അതുപോലെ തന്നെ ഈ മാത്യു കുഴൽനാടനെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. കാരണം ഇന്നിപ്പോൾ കോടതിയിൽ മാത്യു കുഴൽനാടനോടും കോടതി ചോദിച്ചത് അതാണ് CMRL പലർക്കും കോഴ കൊടുത്തിട്ടുണ്ടല്ലോ എന്നതാണ് കോടതി ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വലിയൊരു പ്രശ്നം, മാത്യു കുഴൽനാടൻ കേസുമായി ബന്ധപ്പെട്ട് പോയത് വീണാ വിജയനും പിണറായി വിജയനെതിരെ മാത്രമാണ്. എങ്ങനെയാണ് ഈ കേസിനകത്ത് കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടത്? 135 കോടിയുടെ കോടതിയുമായി ബന്ധപ്പെട്ട് വിവിധ വ്യക്തികൾ പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആ വ്യക്തികൾ ഓരോന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് വീണാ വിജയൻ എത്തുന്നത്. നേരിട്ട് വീണാ വിജയൻ എത്തിയല്ല. അപ്പൊ 135 കോടി മേടിച്ചിട്ടുള്ള ഇവിടെ RC ഉണ്ട്, KK ഉണ്ട്, EK ഉണ്ട്, VD ഉണ്ട്, UDF-ന്റെ പ്രമുഖരായ നേതാക്കന്മാരുണ്ട്, അതുപോലെ മാധ്യമ പ്രവർത്തകരിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും ED കൃത്യമായിട്ട് കേരളത്തിൽ പുറത്തേക്ക് കൊണ്ടുവരും. അത് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നതാണ്. ഇന്നും കേരളം കണ്ടു. ഈ ചുരുക്കപ്പേരുകളിലേക്കും എന്താ സംശയം? അന്വേഷണം അവസാന ഘട്ടം ഈ എല്ലാ ചുരുക്കപ്പേരുകളിലേക്കും പോകും. എല്ലാ ചുരുക്കപ്പേരുകളും വീണാ വിജയൻ മാത്രം മതി നിൽക്കില്ല. വീണാ വിജയൻ ഒരു ചെറിയ സ്രാവാണ്. അതിനപ്പുറത്തേക്ക് ആദ്യം എന്നാണോ രീതി?
അങ്ങനെയല്ല അങ്ങനെയല്ല സ്മൃതി. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, വീണ വിജയൻ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയല്ല, മുഖ്യമന്ത്രിയുടെ മകളാണ്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസാണ്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിന് ഇടപെടൽ ഇതിനകത്തുണ്ടോ എന്ന് സംശയത്തിന് അതീതമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയും സംശയത്തിനിടയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരാളല്ലോ, കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ആളല്ലോ. സ്വാഭാവികമായ സംശയം സ്വർണ്ണക്കടത്തിലും കണ്ടതാണല്ലോ. എന്നിട്ട് എന്തായി? അല്ല സ്വർണ്ണക്കടത്ത് കേസിൽ എന്താ പ്രശ്നം? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എന്തിനാണ് ജയിലിൽ കിടന്നത്? അല്ല കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അല്ല അവിടെ എത്തി നിൽക്കുന്നില്ലല്ലോ. കേരളത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 50 കോടിയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. 36ഓളം പ്രതികൾ ഇന്ന് ജയിലറയിലാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുണ്ട്. നമുക്കറിയാമല്ലോ. അതിനപ്പുറം എവിടേക്ക് പോയി? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അതല്ലല്ലോ, മുഖ്യമന്ത്രിക്കും പങ്ക് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ബിരിയാണി ചെമ്പടക്കം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? കേരളത്തിന്റെ ഒരു പരിതസ്ഥിതി അങ്ങനെയൊന്നും ബിരിയാണി ചെമ്പിന്റെയും അതുപോലെ തന്നെ ഈ ഈത്തപ്പഴത്തിന്റെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് ആരാ പറഞ്ഞത്? ഇല്ല, അങ്ങനെയൊന്നും നിങ്ങൾ പിണറായി വിജയൻ അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയരുത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ ഈ മുഖ്യമന്ത്രിമാരെ ഒന്നും അറസ്റ്റ് ചെയ്യില്ല, പേടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഹേമന്ത് സോറനെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിടേണ്ട സാഹചര്യം ഉണ്ടാവുമോ? പിണറായി വിജയനിലേക്ക് അവസാന കണ്ണിയായിട്ട് പിണറായി വിജയൻ ഇത് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ ജയിലിനകത്തേക്ക് പോകേണ്ടി വരും. അതിന് ഞങ്ങൾക്കൊരു കോംപ്രമൈസും ഇല്ല, അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതിനകത്ത് ആരൊക്കെയാണ്? അതുകൊണ്ടല്ലോ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ പിണറായി വിജയന്റെ സർക്കാരിന് പ്രധാനമായിട്ട് നിയന്ത്രിച്ച ശക്തിയായിരുന്നു ശിവശങ്കരൻ. ആ ശിവശങ്കർ ജയിലായല്ലോ. അല്ല, ശിവശങ്കരന്റെ കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ശിവശങ്കരൻ മാത്രമേ ഉള്ളൂ നിലവിൽ. അതുകൊണ്ടാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.